നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പാലിയേക്കരയിൽ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. ആശ്വാസത്തിൽ യാത്രക്കാരും ഹർജിക്കാരും. കോടാലി ഗവൺമെന്റ് LP സ്കൂളിലെ ഓഡിറ്റോറിയത്തിനുള്ളിലെ സീലിംഗ് അടർന്നു വീണു. സംഭവത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് MLA. സംഭവത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. പാലിയേക്കര ടോൾ പ്ലാസയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ചെയ്ത ഓട്ടോ ഡ്രൈവർ അറസ്റ്റിൽ. വരന്തരപ്പള്ളിയിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആമ്പല്ലൂരിൽ പൊടിശല്യത്താൽ പൊറുതിമുട്ടി വ്യാപാരികൾ. വേലുപ്പാടം വിശുദ്ധ ഔസേപ്പിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാളിന് കൊടിയേറി. വാർത്തകൾ വിശദമായി. പാലിയേക്കരയിൽ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്ക് കാരണം യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കണക്കിലെടുത്താണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിൽ ദേശീയപാത അതോറിറ്റിക്കെതിരെ ഹൈക്കോടതി തുടർച്ചയായി വിമർശനം ഉന്നയിച്ചിരുന്നു. ദേശീയപാത അതോറിറ്റി 1 മാസം മുൻപ് നൽകിയ വാക്ക് പാലിച്ചില്ലെന്ന് കോടതി നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. 2 ആഴ്ചയ്ക്കകം പ്രശ്നം പരിഹരിക്കാനാകുമെന്നാണ് 1 മാസം മുൻപ് അറിയിച്ചത്. 2 ആഴ്ചയ്ക്കകം പ്രശ്നം പരിഹരിക്കുമെന്ന് ഇപ്പോഴും പറയുന്നു. എത്ര നാൾക്കകം പ്രശ്നം പരിഹരിക്കാനാകുമെന്നും കോടതി ചോദിച്ചു. 3 ആഴ്ചയ്ക്കകം പ്രശ്നം പരിഹരിക്കുമെന്നും ബദൽ സംവിധാനം എന്ന നിലയിൽ സർവീസ് റോഡ് ഒരുക്കിയിട്ടുണ്ടെന്നും ദേശീയപാത അതോറിറ്റി അറിയിക്കുകയും ചെയ്തു. തകർന്ന ദേശീയപാതയിലെ ടോൾ പിരിവാണ് പ്രശ്നമെന്ന് പറഞ്ഞ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പൗരന്മാരാണ് ബാധ്യതയേൽക്കേണ്ടി വരുന്നതെന്നും വിമർശിച്ചു. ഹർജികൾ ബുധനാഴ്ച കോടതി വീണ്ടും പരിഗണിച്ചപ്പോഴായിരുന്നു നിർണായക ഉത്തരവുണ്ടായത്. പാലിയേക്കരയിൽ ടോൾ പിരിവ് നിർത്താൻ ഹൈക്കോടതി ഉത്തരവ് വന്നതോടെ ഹർജി നൽകിയവർക്കും യാത്രക്കാർക്കും ഒരേപോലെ സന്തോഷവും ആശ്വാസവുമായിരുന്നു. ഒരു കൂട്ടം ഹർജികളിലായിരുന്നു ഹൈക്കോടതി നടപടി. 323 കോടിക്ക് കരാർ ഏറ്റെടുത്ത നിർമ്മാണ കമ്പനി 723 കോടിക്ക് പണി പൂർത്തിയാക്കിയെന്ന് കള്ളക്കണക്ക് നൽകിയതായും ഇതിനകം 1700 കോടി പിരിച്ചുവെന്നും പാലിയേക്കരയിലെ ടോൾ പിരിവിനെതിരെ ഹർജി നൽകിയ KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത് പറഞ്ഞു. ടോൾ പിരിവ് എന്നേക്കുമായി നിർത്തണമെന്നതാണ് തങ്ങളുടെ ആവശ്യമെന്നും എങ്കിലും 1 മാസത്തേക്ക് നിർത്തിവെച്ച ഹൈക്കോടതി ഉത്തരവിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ടോൾ പിരിവിനെതിരെ സമരം ചെയ്ത എല്ലാ പാർട്ടിയിലെയും പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും കോടതി വിധി സമർപ്പിക്കുന്നതായി ഷാജി കൂട്ടിച്ചേർത്തു. ഇത് സാധാരണക്കാരുടെ വിജയമാണെന്നും ഷാജി കോടങ്കണ്ടത്ത് പറഞ്ഞു. അത്രയ്ക്കും ജനങ്ങളെ ദ്രോഹിക്കുന്ന ഈ ടോൾ കമ്പനിക്കെതിരെയുള്ള ശക്തമായ ഒരു ജനവികാരം കണക്കിലെടുത്തിട്ടാണ് കോടതി വിധി പറഞ്ഞത്. ജനങ്ങളുടെ വിധിയാണ്. മാത്രമല്ല 323 കോടി രൂപയ്ക്കാണ് കരാർ ചെയ്ത കമ്പനി പണി കഴിഞ്ഞപ്പോൾ പറഞ്ഞ 723 കോടി രൂപയായെന്ന്. അത് കഴിഞ്ഞു ഇപ്പോൾ അവർ 1700 കോടി രൂപ കളക്ട് ചെയ്തു. ഇത് കൊള്ളയാണ്. ഇത് വലിയ കൊള്ളയാണ് ചെയ്തത്. ഒരു ദിവസം 60 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്യുന്നത്. ഇവർ എന്നിട്ട് 2026 വരെ പിരിക്കാൻ അവകാശമുള്ളൂ. അത് 28 വരെ ഇവർക്ക് നീട്ടിക്കൊടുത്തു. അതൊക്കെ നമ്മൾ ഹൈക്കോടതി ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാവപ്പെട്ട ഒരുപാട് പാർട്ടി പ്രവർത്തകരുടെ കഷ്ടപ്പാടുണ്ട്, അവരുടെ പ്രതിഷേധമുണ്ട്, ജനങ്ങളുടെ വികാരമുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്ത ഉള്ള കോടതി വിധി ജനങ്ങളുടെ വിധിയാണ്. ഇത് ജനങ്ങളുടെ വിജയമാണ്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള വിധിയെ ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നുവെന്ന് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് പ്രതികരിച്ചു. ഈ വിധി ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിധിയാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ചെയ്യുന്ന ഇത്തരത്തിലുള്ള വൃത്തികെട്ട നടപടികൾ അല്ലെങ്കിൽ ജനങ്ങളോടുള്ള നിഷേധാത്മകമായ നടപടികൾ അത് ഇന്ന് ഇപ്പോൾ ഹൈക്കോടതി 1 മാസത്തേക്ക് ഇവിടെ ടോൾ പിരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുള്ള ഉത്തരവ് വളരെ സ്വീകാര്യമാണ്. യാത്രക്കാർക്കുള്ള അനുകൂല വിധിയാണ് ഹൈക്കോടതി നൽകിയതെന്നും ജനങ്ങളുടെ ദുരിതയാത്രയ്ക്ക് അറുതി വരുത്താൻ ഹൈക്കോടതിക്ക് സാധിച്ചതിൽ സന്തോഷമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ OJ ജനീഷ് പറഞ്ഞു. ടോൾ പിരിവിനെതിരെ ഹർജി നൽകിയവരിൽ ഒരാളാണ് ജനീഷ്.
അപ്പോൾ റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നത് വരെ ആ 4 ആഴ്ച കാലത്തേക്ക് ടോൾ പിരിവ് നിർത്തലാക്കാനാണ് ഹൈക്കോടതി ഇന്ന് ഉത്തരവിട്ടിട്ടുള്ളത്. 4 ആഴ്ച കാലത്തേക്ക് ഇപ്പോൾ ടോൾ പിരിവ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതിലൂടെ യാത്ര ചെയ്യുന്ന ജനങ്ങളുടെ പ്രയാസങ്ങൾ കോടതി ഇന്ന് മുഖവിലക്കെടുത്തുവെന്ന് മാത്രമല്ല അവർക്ക് അനുകൂലമായ ഒരു വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ മുന്നോട്ട് പോവുകയും ചെയ്യും. ഇതിലൂടെ യാത്ര ചെയ്യുന്ന രോഗികളും അതോടൊപ്പം തന്നെ പരീക്ഷ എഴുതുന്ന ആളുകളും ഉദ്യോഗസ്ഥരും എല്ലാവരും വലിയ പ്രയാസത്തിലായിരുന്നു. അവർക്ക് ഒരു താൽക്കാലിക ആശ്വാസമാണ് ഈ വിധി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പാലേക്കര ടോൾ പ്ലാസയിൽ നടക്കുന്ന വലിയ കൊള്ളയ്ക്കാണ് ഹൈക്കോടതി ഉത്തരവിലൂടെ അവസാനമായതെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനായ ടി ശ്രീനാഥ് പറഞ്ഞു. തകർന്ന റോഡിലൂടെ ജനങ്ങൾ യാത്രാ ദുരിതം അനുഭവിക്കുമ്പോഴും ടോൾ പിരിവ് നടത്തുന്നതിനെതിരെ ജില്ലാ ഭരണകൂടത്തെ പരാതിയുമായി സമീപിച്ചത് പരിഷത്ത് നെന്മണിക്കര യൂണിറ്റ് ആയിരുന്നു. കൊള്ള ഞങ്ങൾ കഴിഞ്ഞ 13 വർഷമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെറും 300 കോടിക്ക് റോഡ് പണിതിട്ട് ഇവര് 2000, 3000, 4000 കോടി പിരിക്കപ്പെട്ടു. ഇപ്പൊ 30 ദിവസമാണ് നിർത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും 30 കോടി മേലെ ഇവർക്ക് പിടിക്കപ്പെടേണ്ടതാണ്. പക്ഷെ ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് അവസാനിപ്പിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് 31 പരാതി കൊടുത്താണ്. കളക്ടർ ഇതിന്റെ പേരിൽ ഇവിടെ നടപടിയെടുത്ത് നിർത്തിച്ചാണ് 1 മാസത്തിന് ശേഷം. അത് കഴിഞ്ഞ് ഇത്ര നാൾ ഇവിടെ ടോൾ പിരിച്ചു. ആ കാശ് ഇവര് തിരിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് അടയ്ക്കുമോ? കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാകായിക സമിതി സെക്രട്ടറിയും കൊടകര പ്രസ് ക്ലബ് സെക്രട്ടറിയുമായ TG അജോയും ഏകലവ്യ കലാകായിക സമിതി രക്ഷാധികാരിയും കൊടകര ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷനുമായ ജോയ് നെല്ലിശ്ശേരി എന്നിവരുടെ നേതൃത്വത്തിലും ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിലെ വിവിധ ഇടങ്ങളിലുള്ള ഗതാഗത തടസ്സവും റോഡിന്റെ ശോചനീയാവസ്ഥയും മറ്റും സൂചിപ്പിച്ചാണ് ഹർജി സമർപ്പിച്ചിരുന്നത്. ഏകലവ്യ കലാകായിക സമിതിക്ക് വേണ്ടി അഡ്വക്കേറ്റ് അനൂപ് വി നായരാണ് ഹാജരായത്. ഹൈക്കോടതി വിധിയെ ഏകലവ്യ കലാകായിക സമിതി സ്വാഗതം ചെയ്തു. ടോൾ പിരിവ് പൂർണ്ണമായും നിർത്തണമെന്നാണ് ഏകലവ്യ കലാകായിക സമിതി ആവശ്യപ്പെടുന്നത്. പാലേക്കര ടോൾ പ്ലാസയിലെ ടോൾ താൽക്കാലികമായി നിർത്തിവെച്ചതിൽ ഹൈക്കോടതി വിധിയെ ഏകലവ്യ കലാകായിക സമിതി സ്വാഗതം ചെയ്യുകയാണ്. താൽക്കാലികമായെങ്കിലും ഒരു അനുകൂലമായ വിധി ജനങ്ങൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് ലഭിച്ചിരിക്കുകയാണ്. ഹൈവേയിൽ വർക്ക് നടക്കുന്നതുകൊണ്ടും ടോൾ പ്ലാസയുടെ അധികൃതരുടെ അനാസ്ഥ കൊണ്ടും സമയലാഭവും സുരക്ഷിതത്വവും ലഭിക്കുന്നില്ല യാത്രക്കാർക്ക്. അത്തരമൊരവസ്ഥയിലാണ് ജനങ്ങൾ ഹൈക്കോടതിയിൽ പരാതിയുമായി പോയത്. ഈ കോടതി വിധി താൽക്കാലികമായെങ്കിലും ഏകലവ്യ കലാകായിക സമിതി ഇതിനെ അംഗീകരിക്കുകയാണ്. ടോൾ പ്ലാസയിലൂടെ കടന്നുപോയ യാത്രക്കാരും വലിയ ആശ്വാസത്തിലും സന്തോഷത്തിലുമാണ് കോടതി ഉത്തരവിനെ സ്വാഗതം ചെയ്തത്. കോൺഗ്രസ് പ്രവർത്തകർ ടോൾ പ്ലാസയിൽ മധുരപലഹാര വിതരണം നടത്തി. അതേസമയം ടോൾ പിരിവ് നിർത്താൻ കോടതി ഉത്തരവ് വന്നിട്ടും ടോൾ പിരിവ് തുടർന്ന പാലേക്കര ടോൾ പ്ലാസയിൽ AIYF പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടായി. കോടതി വിധി വന്നിട്ടും ടോൾ പിരിവ് തുടർന്നതോടെയാണ് AYF പ്രവർത്തകർ ടോൾ പ്ലാസയിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. ടോൾ പ്ലാസയിൽ എത്തിയ പ്രവർത്തകർ ടോൾ ബൂത്തുകൾ തുറന്ന വാഹനങ്ങൾ കടത്തിവിട്ടു. രേഖാമൂലം കോടതി ഉത്തരവ് ലഭിക്കാത്തതാണ് ടോൾ പിരിവ് തുടരാൻ കാരണമെന്നും ടോൾ പ്ലാസ അധികൃതരും വ്യക്തമാക്കി. ഏതാനും സമയത്തിന് ശേഷം ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചതോടെ ടോൾ പിരിവ് പൂർണ്ണമായും നിർത്തിവെച്ചു. 2011 മുതൽ ആരംഭിച്ച ടോൾ കമ്പനി വലിയ രീതിയിലുള്ള കൊള്ളയാണ് നടത്തുന്നതെന്നും ഹൈക്കോടതി വിധി അംഗീകരിക്കാൻ ടോൾ കമ്പനി തയ്യാറാവണമെന്നും പ്രതിഷേധവുമായി സ്ഥലത്തെത്തിയ AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പരേരി പറഞ്ഞു. കോടതി വിധിയുടെ സന്തോഷം പങ്കിട്ട് പ്രവർത്തകർ വാഹനയാത്രക്കാർക്ക് മധുരം പങ്കിട്ടു. കോടാലി ഗവൺമെന്റ് LP സ്കൂളിലെ ഓഡിറ്റോറിയത്തിനുള്ളിലെ സീലിംഗ് അടർന്നു വീണു. ജിപ്സം ബോർഡ് കൊണ്ട് നിർമ്മിച്ച സീലിംഗ് ബുധനാഴ്ച പുലർച്ചെയാണ് പൂർണ്ണമായി നിലം പൊത്തിയത്. രാത്രിയിൽ വലിയ ശബ്ദം കേട്ടതായി പരിസരവാസികൾ പറഞ്ഞു. സീലിംഗിൽ ഘടിപ്പിച്ചിരുന്ന ഫാനുകളും ഇതോടൊപ്പം പൊട്ടി വീണിട്ടുണ്ട്. രാത്രിയിലായതിനാൽ വൻ ദുരന്തം മാറി. അധ്യയന ദിവസങ്ങളിൽ ഇതിനുള്ളിൽ കുട്ടികൾ ഉണ്ടാവാറുണ്ട്. വിദ്യാലയത്തിലെ പരിപാടികൾക്ക് പുറമെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ക്യാമ്പുകളും പൊതുപരിപാടികളും നടക്കാറുള്ളതും ഈ ഓഡിറ്റോറിയത്തിലാണ്. 2015 പുതുക്കാട് മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 52 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച ഓഡിറ്റോറിയം പണി പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തിയത് 2023 കോസ്റ്റ് ഫോർഡിനായിരുന്നു നിർമ്മാണ ചുമതല. ഓഡിറ്റോറിയത്തിന്റെ GI ഷീറ്റ് മേഞ്ഞ മേൽക്കൂരയിൽ നേരത്തെ ചോർച്ച കണ്ടതിനെ തുടർന്ന് അന്നത്തെ PTA അധികൃതരെ വിവരമറിയിക്കുകയും
കോസ്റ്റ് ഫോർഡ് പ്രതിനിധികളെത്തി ചോർച്ച പരിഹരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും ചോർച്ചയുണ്ടായതാകാം സീലിംഗ് അടർന്നു വീഴാൻ കാരണമായതെന്നാണ് സംശയിക്കുന്നത്. ഓഡിറ്റോറിയത്തിലെ സീലിംഗ് ഇളകി വീണ കോടാലി ഗവൺമെന്റ് LP സ്കൂൾ KK രാമചന്ദ്രൻ MLA സന്ദർശിച്ചു. ജനപ്രതിനിധികളും രാഷ്ട്രീയ സംഘടനാ നേതാക്കളും MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. സംഭവത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് MLA ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തയച്ചതായും MLA പറഞ്ഞു. ഇതിപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് നമ്മൾ ഈ കാര്യം അറിയണതും ഉണ്ടാവണതും അല്ല. ഇവിടെ മറ്റു പരിപാടികളൊന്നും നടക്കാത്ത ഒരു ദിവസമായതുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ നിർമ്മാണത്തിൽ കെട്ടിടത്തിന് വേറെ നിർമ്മാണത്തിലൊന്നും ഒരു അപാകതകളായിട്ട് ഇപ്പോൾ നമ്മളാരും ചൂണ്ടിക്കാണിച്ചിട്ടില്ല. സീലിങ്ങിലും ആരും കണ്ടിരുന്നില്ല. വളരെ പെട്ടെന്നാണ് സീലിങ്ങിൻ്റെ വെയിറ്റൊക്കെ ഉണ്ട്. മൊത്തത്തിൽ ഇങ്ങനെ സീലിംഗ് ഇഴുകി വീഴുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഉദ്യോഗസ്ഥരും ഓരോരോ കൂടി ഉണ്ട്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. അടിയന്തരമായി അന്വേഷണം നടത്തി വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ നടപടികൾ സ്വീകരിക്കണം. വളരെ പെട്ടെന്ന് ഇതിൻ്റെ നിർമ്മാണത്തിൽ വന്നിട്ടുള്ള ഈ പ്രശ്നം പരിഹരിച്ച് കുട്ടികൾക്ക് ഇവിടെ ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ ഓഡിറ്റോറിയം ഉപയോഗപ്പെടുത്താൻ കഴിയാവുന്ന രീതിയിലുള്ള നടപടികളും സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തുടർച്ചയായി പെയ്ത മഴയെ തുടർന്നുണ്ടായ അപാകതയാണ് സീലിംഗ് അടർന്നു വീഴാൻ കാരണമായതെന്നാണ് സ്ഥലത്തെത്തിയ കോസ്റ്റ് ഫോർഡ് പ്രൊജക്ട് ഡയറക്ടർ സ്കന്ദകുമാർ പറഞ്ഞത്. സംഭവത്തെ തുടർന്ന് വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥരും സ്കൂളിലെത്തി. വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ PM ബാലകൃഷ്ണൻ, ചാലക്കുടി AEO PB നിഷ, തൃശൂർ ഡയറ്റ് ഫാക്കൽറ്റി ഡോക്ടർ PC നിഷ, റവന്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും സ്ഥലത്തെത്തി. കോടാലി GLP സ്കൂളിൽ ഓഡിറ്റോറിയത്തിന്റെ ജിപ്സം സീലിംഗ് ഇളകി വീണത് നിർമ്മാണത്തിലെ അപാകത കൊണ്ടാണെന്ന് ആരോപിച്ച് BJP, കോൺഗ്രസ് പാർട്ടികൾ സംഭവസ്ഥലത്ത് പ്രതിഷേധവുമായെത്തി. ഗുണനിലവാരം കുറഞ്ഞ സാമഗ്രികളാണ് നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ളതെന്നും അഴിമതി നടന്നിട്ടുണ്ടെന്നും രാഷ്ട്രീയ കക്ഷികൾ ആരോപിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിനു മുന്നിൽ ഏറെ നേരം മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിച്ച പാർട്ടി പ്രവർത്തകരെ പോലീസ് എത്തിയാണ് നീക്കിയത്. കോടാലി ഗവൺമെന്റ് പ്രൈമറി സ്കൂളിലെ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് പൂർണ്ണമായും തകർന്നു വീണതിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് സംഭവസ്ഥലം സന്ദർശിച്ച DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ആവശ്യപ്പെട്ടു. 54 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവൃത്തിയിൽ വൻ അപാകതയാണ് ഉണ്ടായിട്ടുള്ളതെന്നും ഓഡിറ്റോറിയത്തിന്റെ മറ്റു ഭാഗങ്ങളിലും അപകടാവസ്ഥയിലാണെന്നും DCC ജനറൽ സെക്രട്ടറി ആരോപിച്ചു. കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CH സാദത്ത് എന്നിവരും സ്ഥലം സന്ദർശിച്ചു. 54 ലക്ഷം രൂപ മുടക്കി കോടാലി LP സ്കൂളിൽ പണിത ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് ആണ് പരിപൂർണമായും ഇവിടെ തകർന്നു വീണിരിക്കുന്നത്. കോസ്റ്റ് ഫോർഡ് ആണ് ഇതിന്റെ നിർമ്മാണം ഏറ്റെടുത്തിരുന്നത്. ഇത് വലിയ അഴിമതിയുടെ ഒരു പര്യായമായി മാറിയിരിക്കുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കീഴിൽ നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും അത് ജനോപകാരപ്രദമായ വികസന പ്രവർത്തനത്തിനേക്കാൾ ഉപരി അത് CPMന് പണം ഉണ്ടാക്കാനുള്ള ഒരു ഏജൻസി മാത്രമായി കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ അധപ്പതിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ദൃഷ്ടാന്തമാണ് കോടാലി LP സ്കൂളിലെ ഈ പിഞ്ചു കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിലെ നിർമ്മാണ പ്രവർത്തനത്തിൽ കാണുന്ന അപാകത. സർക്കാർ സ്കൂളുകളുടെ അപകടാവസ്ഥയും ബലക്ഷമതയും പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന നിർദ്ദേശമുള്ളപ്പോൾ കോടാലി സർക്കാർ ഗവൺമെന്റ് LP സ്കൂളിന്റെ സീലിംഗ് അടർന്നു വീണത് എന്നത് ഗൗരവതരമായ സംഭവമാണെന്ന് KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ പറഞ്ഞു. സ്കൂളിൽ പരിശോധന നടന്നോ എന്ന് അധികാരികൾ വ്യക്തമാക്കണം. അസംബ്ലി കൂടുന്ന ഹാളിൽ കുട്ടികൾ ഉണ്ടാകാതിരുന്നത് മൂലം മാത്രമാണ് വലിയ അപകടം ഉണ്ടാകാതിരുന്നത്. സ്കൂളിലേക്ക് പഠനത്തിനായി വരുന്ന വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടവർ തന്നെ അലംഭാവം തുടർന്നാൽ കുട്ടികളുടെ ജീവന് ആരാണ് ഉത്തരം പറയുകയെന്ന് സ്ഥലം MLA മറുപടി പറയണമെന്നും ജോൺ ഡാനിയൽ ആവശ്യപ്പെട്ടു. സ്കൂൾ ഹാളിൻ്റെ സീലിംഗ് പണിതത് നിലവാരം ഇല്ലാതെയാണെന്ന നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും ആരോപണത്തിന് അധികാരികൾ മറുപടി പറയണം. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ പോലീസ് കേസെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വേലുപ്പാടം വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ഡേവിസ് ചെറേത്ത് കാർമ്മികനായി. തീർത്ഥാടന കേന്ദ്രം വികാരി ഫാദർ ഡേവിസ് ചെറേത്ത് കൊടിയേറ്റം നിർവഹിച്ചു.
അസിസ്റ്റന്റ് വികാരി ഫാദർ ഷെബിൻ പനക്കൽ, കൈക്കാരന്മാരായ പോൾ മഞ്ഞളി, മനോജ് കോഴിക്കുന്നിൽ, രാജു മൊയലൻ, റോബി കൊച്ചുപുരയ്ക്കൽ, PRO ബൈജു വാഴക്കാല തുടങ്ങിയവർ കൊടിയേറ്റത്തിന് നേതൃത്വം നൽകി. ആഗസ്റ്റ് 15-നാണ് ഊട്ടുതിരുനാൾ ആഘോഷിക്കുന്നത്. പാലിയേക്കര ടോൾ പ്ലാസയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ചെയ്ത ഓട്ടോ ഡ്രൈവർ അറസ്റ്റിൽ. വരന്തരപ്പള്ളി സ്വദേശി കരിയാട്ടുപറമ്പിൽ വീട്ടിൽ 28 വയസ്സുള്ള രേവതിനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. പ്രതി ടോൾ പ്ലാസയിലെത്തി വാഹനങ്ങൾ കടത്തിവിടുകയും സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളുടെ താക്കോൽ ഊരിയെടുക്കുകയും ചെയ്യുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ ഹൈവേ പോലീസ് രേവതിനെ തടയാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചുവെന്നാണ് കേസ്. കൂടാതെ വാഹനത്തിന്റെ താക്കോൽ തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടും താക്കോൽ കൊടുക്കാതെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്നും പരാതിയുണ്ട്. അക്രമാസക്തനായ രേവതിനെ പുതുക്കാട് പോലീസിനെ വിളിച്ചു വരുത്തിയാണ് അറസ്റ്റ് ചെയ്തത്. രേവത് ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെ അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ കേസിലെ പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ പുതുക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ വൈഷ്ണവ്, ASI ജിജോ, ലിയാസ്, CPOമാരായ സുജിത്, ഹൈവേ പട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന SI ബിജു, CPO ചഞ്ചൽ, ഡ്രൈവർ CPO വിഷ്ണു എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ആമ്പല്ലൂരിൽ പൊടിശല്യത്താൽ പൊറുതിമുട്ടി വ്യാപാരികൾ. സംഭവത്തെ തുടർന്ന് വ്യാപാരികൾ അടിപ്പാത നിർമ്മാണം തടഞ്ഞു. അടിപ്പാത നിർമ്മാണം ആരംഭിച്ചതു മുതൽ വ്യാപാരികളും നാട്ടുകാരും അനുഭവിക്കുന്ന വലിയ ദുരിതമാണ് പൊടിശല്യം. മഴയായാൽ ചെളിക്കുളമാകും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. വ്യാപാര സ്ഥാപനങ്ങൾ പൊടി നിറയുകയാണ്. കൂടാതെ ജീവനക്കാർക്കടക്കം സ്ഥാപനത്തിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സാധനങ്ങളിലടക്കം പൊടി പിടിക്കുന്നതായും വ്യാപാരികൾ പറയുന്നു. പൊടിപടലം തിങ്ങി നിറഞ്ഞതോടെ ആരോഗ്യത്തെയും ബാധിക്കുന്നുണ്ട്. വാഹനങ്ങൾ അല്പനേരം നിർത്തിയിട്ടാൽ പൊടി മൂടും. പൊടിശല്യത്താൽ ഗതികെട്ടാണ് വ്യാപാരികൾ പ്രതിഷേധവുമായി എത്തിയത്. കരാറുകാരെ സമീപിക്കുകയും ചെയ്തു. മഴയില്ലാത്ത സമയത്ത് വെള്ളമൊഴിച്ച് പൊടിശല്യം കുറയ്ക്കാമെന്ന് കരാറുകാർ അറിയിച്ചു. വരന്തരപ്പള്ളിയിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചുള്ളിവീട്ടിൽ ശ്രീവത്സനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വരന്തരപ്പള്ളി പഞ്ചായത്ത് വഴിയിലെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വരന്തരപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ചിറ്റിശ്ശേരിയിൽ കിണറ്റിൽ വീണ് വയോധിക മരിച്ചു. കണ്ണമ്പുഴ വീട്ടിൽ ഈനാശുവിൻ്റെ ഭാര്യ സിസിലിയാണ് മരിച്ചത്. 68 വയസ്സായിരുന്നു. ബുധനാഴ്ച രാവിലെ 7:30 സംഭവം. പുതുക്കാട് അഗ്നിരക്ഷാ സേനയെത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. സിസിലിയുടെ സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 9 ചിറ്റിശ്ശേരി സെന്റ് മേരീസ് പള്ളിയിൽ നടക്കും. സിജോ, സിൻഡോ എന്നിവർ മക്കളും സിമി, ജിൻസി എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് മുപ്ലിയം ഇഞ്ചക്കുണ്ട് കോടാലി റോഡിന്റെ നവീകരണത്തിന് മുന്നോടിയായി KK രാമചന്ദ്രൻ MLAയുടെ സാന്നിധ്യത്തിൽ കിഫ്ബിയുടെയും ബന്ധപ്പെട്ട വകുപ്പുകളുടെയും സംയുക്ത പരിശോധന നടത്തി. പാതയിലെ ഇലക്ട്രിക്കൽ പോസ്റ്റുകൾ മാറ്റുന്നതിന് 2.13 കോടി രൂപയും വാട്ടർ അതോറിറ്റി പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്നതിന് 1.70 കോടി രൂപയും അനുവദിച്ചതായി MLA പറഞ്ഞു. യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് ഉടൻ ആരംഭിക്കുമെന്നും തുടർന്ന് റോഡിന്റെ നിർമ്മാണം തുടങ്ങാനാകുമെന്നും MLA അറിയിച്ചു. റോഡിനായി ഭൂമി സൗജന്യമായി വിട്ടു നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. 74 കോടി രൂപയുടെ പുതിയ സാമ്പത്തിക അനുമതി ലഭിച്ചാൽ മറ്റ് തടസ്സങ്ങൾ ഇല്ലെങ്കിൽ നിർമ്മാണം ഈ വർഷം ആരംഭിക്കും. റോഡിലെ കുഴികൾ അടയ്ക്കുന്നതിന് തുക മാറ്റിവെച്ചിട്ടുണ്ടെന്നും കുഴികൾ അടിയന്തിരമായി അടയ്ക്കുമെന്നും KRFB ഉദ്യോഗസ്ഥർ അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗം അൽജോ പുളിക്കൻ, പൊതുമരാമത്ത് വകുപ്പ്, കിഫ്ബി വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. വീട്ടുടമ ആവശ്യപ്പെടാതെ വീട്ടുമുറ്റത്ത് സ്ഥാപിച്ച വാട്ടർ കണക്ഷൻ വിച്ഛേദിച്ച് കിട്ടാൻ അധികൃതർക്ക് മുന്നിൽ കയറിയിറങ്ങിയത് 1 വർഷത്തോളം. ഒടുവിൽ ഇവർക്ക് നീതി കിട്ടാൻ ഉപഭോക്തൃ കോടതിയുടെ ഇടപെടലും വേണ്ടിവന്നു. അളഗപ്പ നഗർ പഞ്ചായത്ത് വാർഡ് 10 വരാക്കരയിൽ മുൻ പഞ്ചായത്ത് അംഗമായ ദീപക് വല്ലച്ചിറക്കാരനാണ്
1 വർഷത്തിലേറെ നീണ്ട പോരാട്ടത്തിനൊടുവിൽ നീതി നേടിയെടുത്തത്. 2022 ഇവർ ആവശ്യപ്പെടാതെ തന്നെ അമ്മ മേരിയുടെ പേരിൽ ഇവരുടെ വീട്ടുമുറ്റത്ത് വാട്ടർ കണക്ഷൻ സ്ഥാപിച്ചത്. ജലസമൃദ്ധമായ 2 കിണറുകൾ ഉള്ള വീട്ടുപറമ്പിൽ വാട്ടർ കണക്ഷൻ വേണ്ടെന്ന് ഇവർ അറിയിക്കുകയും പലതവണ കണക്ഷൻ വിച്ഛേദിക്കാൻ ആവശ്യപ്പെട്ട് പരാതി നൽകുകയും ചെയ്തു. എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ല. ഉപയോഗിക്കാത്ത വെള്ളത്തിന് പണമടയ്ക്കാൻ ആവശ്യപ്പെട്ട് വാട്ടർ ബിൽ എത്തിയതോടെ ഒല്ലൂരിലെ വാട്ടർ അതോറിറ്റി ഓഫീസിൽ പരാതി നൽകി. സാങ്കേതിക പ്രശ്നമാണെന്നും ബിൽ തുക അടയ്ക്കേണ്ട എന്നുമായിരുന്നു മറുപടി. എന്നാൽ പിന്നീട് പലതവണ വാട്ടർ ബിൽ വീട്ടിലെത്തുകയും 2000-ലേറെ രൂപ കുടിശ്ശികയായി എന്ന് കാട്ടി ചാലക്കുടി സബ് ഡിവിഷൻ ഓഫീസിൽ നിന്ന് നോട്ടീസും ലഭിച്ചു. ഇതോടെ അസിസ്റ്റന്റ് എഞ്ചിനീയർക്കടക്കം പരാതി നൽകിയെങ്കിലും നടപടി ഒന്നുമായില്ലെന്ന് മാത്രമല്ല, ബിൽ കുടിശ്ശിക അടച്ചു തീർത്തില്ലെങ്കിൽ റവന്യൂ റിക്കവറി നടപടികൾ സ്വീകരിക്കുമെന്ന് കാട്ടി കത്ത് ലഭിക്കുകയുമാണ് ഉണ്ടായത്. ഇതോടെയാണ് ഇവർ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിക്ക് മുൻപാകെ പരാതി നൽകിയത്. ഇതിൻ്റെ പേരിൽ 1 വർഷത്തോളമായി ഞാൻ ഇതിൻ്റെ പുറകിൽ ഈ ഒരു കണക്ഷൻ ഇടാത്തൊരു കണക്ഷൻ, ആവശ്യപ്പെടാത്തൊരു കണക്ഷൻ ചോദിച്ചിട്ട് ഞാൻ ഉപയോഗിക്കാത്ത വെള്ളത്തിന് പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട് നോട്ടീസ് നിരന്തരമായ ശല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇതിന് കേസുമായിട്ട് വേറെ വീണ്ടും പരാതിയായിട്ട് പോയാലാണ് എനിക്ക് നഷ്ടപരിഹാരം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് പോകാനായിട്ടൊന്നും നമുക്ക് നേരില്ല. ഞാനൊരു ചുമട്ട് തൊഴിലാളിയാണ്. എനിക്ക് അതിന് പോകാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് ഒഴിവാക്കി തൽക്കാലം ഇങ്ങനെ പോകുന്നേക്കാണ്. ഇനി എന്തെങ്കിലും നടപടികൾ ഇവർ ഇത് പറഞ്ഞാലും എനിക്ക് തോന്നുന്നില്ല വീണ്ടും ഇതുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ കോടതിയെ ബന്ധപ്പെടാനാണ് പറയുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചു. അതിന് തൽക്കാലം ഞാൻ ആ ഫയൽ ക്ലോസ് ചെയ്തേക്കാണ്. പരാതി ബോധ്യപ്പെട്ട താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കുടിശ്ശിക ബിൽ അടയ്ക്കേണ്ടതില്ലെന്നും വാട്ടർ കണക്ഷൻ വിച്ഛേദിക്കുന്നതായും കാട്ടി ചാലക്കുടി സബ് ഡിവിഷൻ ഓഫീസിൽ നിന്നും കത്ത് ലഭിച്ചിരിക്കുന്നത്. വീട്ടുടമ ആവശ്യപ്പെടാതെ തന്നെ വീട്ടുപറമ്പിലേക്ക് വാട്ടർ കണക്ഷൻ നൽകുക, ഉപയോഗിക്കാത്ത വെള്ളത്തിന് വാട്ടർ ചാർജ് ആവശ്യപ്പെട്ട് നിരന്തരം ബില്ലയക്കുക, ഒടുവിൽ കണക്ഷൻ വിച്ഛേദിച്ചു കിട്ടാൻ 1 വർഷത്തോളം ആ വീട്ടുടമയ്ക്ക് അധികൃതരുടെ മുന്നിൽ കയറി ഇറങ്ങേണ്ടി വരിക. ഇതെന്താ വെള്ളരിക്ക പട്ടണമോ എന്ന് ആരും ചോദിച്ചു പോകും. അധികൃതരുടെ ഇത്തരം അനാസ്ഥകൾ ആവർത്തിക്കാതിരിക്കട്ടെ. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. ഇനിയൊരു ഇടവേള. ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പുതുക്കാട് പഞ്ചായത്തിലെ 10-ാം വാർഡിൽ വയോജനങ്ങൾക്കായി നിർമ്മിക്കുന്ന പകൽ വീടിൻ്റെ ശിലാസ്ഥാപനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. 80 കഴിഞ്ഞ വയോജനങ്ങളെയും പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും പഞ്ചായത്ത് അംഗം ടീന തോബി അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, സിനിമാ നിർമ്മാതാവും നടനും സംവിധായകനുമായ വർഗീസ് മൊയലൻ, സുനന്ദ ശശി, തോബി തോട്ട്യാൻ, തണൽ പ്രസിഡന്റ് MV യതീന്ദ്രദാസ്, TR സജീവൻ, സ്വാഗത സംഘം ചെയർമാൻ PC സുബ്രൻ, തണൽ പുഞ്ചിരി ക്ലബ്ബ് സെക്രട്ടറി AC ലോനപ്പൻ എന്നിവർ പ്രസംഗിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് നെല്ലായി സെന്ററിൽ 9 ലക്ഷം രൂപ ചെലവിൽ പണികഴിപ്പിച്ച ടേക്ക് എ ബ്രേക്ക് വഴിയിടം വിശ്രമ കേന്ദ്രം നാടിന് സമർപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MK ശൈലജ അധ്യക്ഷയായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KC പ്രദീപ്, പഞ്ചായത്ത് അംഗങ്ങളായ KK രാജൻ, നന്ദിനി സതീശൻ, പഞ്ചായത്ത് സെക്രട്ടറി CN നിധിൻ എന്നിവർ പ്രസംഗിച്ചു. അസഭ്യം പറഞ്ഞത് വിലക്കിയ ഭിന്നശേഷിക്കാരനെ ആക്രമിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. ചാലക്കുടി സ്വദേശി അമ്പലത്ത് വീട്ടിൽ 27 വയസ്സുള്ള അമീർ ഫൈസലിനെയാണ് തൃശൂർ റൂറൽ പോലീസ് കോഴിക്കോട് നിന്നും അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 27-നായിരുന്നു സംഭവം. വട്ടേക്കാട് ഷാപ്പിൽ നിന്ന് ഉച്ചത്തിൽ അസഭ്യം പറഞ്ഞ് റോഡിലേക്ക് ഇറങ്ങി വന്ന പ്രതിയോട് ഇവിടെ ഫാമിലികൾ താമസിക്കുന്നതാണ്, ഇവിടെ അസഭ്യം പറയരുത് എന്ന് ഭിന്നശേഷിക്കാരൻ പറഞ്ഞതിലുള്ള വൈരാഗ്യത്താലാണ് ആക്രമണമെന്ന് പോലീസ് പറഞ്ഞു. കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ PK ദാസ്, സബ് ഇൻസ്പെക്ടർ EA സുരേഷ്, ASIമാരായ KC ഗോകുലൻ, ആഷ്ലിൻ ജോൺ, GS CPO സജീഷ് കുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പറപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഞായറാഴ്ച രാവിലെ 5:30 മുതൽ ആരംഭിക്കും. രാവിലെ 7:15 മുതൽ അഴകത്തുമന ഹരീഷ് നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ സർവേശ്വരി പൂജ, രാവിലെ 8:30 മുതൽ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദയുടെ ഭക്തി പ്രഭാഷണം എന്നിവ ഉണ്ടായിരിക്കും. രാവിലെ 10 നടക്കുന്ന വിദ്യാഭ്യാസ അവാർഡ് ദാന സമ്മേളനം സിവിൽ സർവീസ് റാങ്ക് ജേതാവ് ഗംഗ ഗോപി ഉദ്ഘാടനം ചെയ്യും. രാവിലെ 11-ന് പ്രസാദൂട്ടും ഉണ്ടായിരിക്കും.
രാപ്പാൾ സുഹൃതം പാലിയേറ്റീവ് കെയറിൻ്റെയും മാടായിക്കോണം അനാര്യക ആയുർവേദ ക്ലിനിക്കിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച രാവിലെ 9-ന് രാപ്പാൾ KLP സ്കൂളിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തും. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 9447351078. തൃക്കൂർ സ്വദേശിയായ വയോധികനെ പുതുക്കാട് നിന്നും കാണാതായി. കണ്ണമ്പുഴ വീട്ടിൽ KV തോമസിനെയാണ് ജൂലൈ 31 മുതൽ കാണാതായത്. കാണാതാകുമ്പോൾ ബ്രൗൺ ലൈനുള്ള ഷർട്ടും വെള്ളമുണ്ടുമായിരുന്നു വേഷം. സ്നേഹപുരം പൊന്തോക്കൻ ഷാജുവിൻ്റെ ഭാര്യാപിതാവാണ്. വിവരം ലഭിക്കുന്നവർ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലോ ഇനി പറയുന്ന ഫോൺ നമ്പറിലോ അറിയിക്കുക. നമ്പർ 9539543831. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. കലേറ്റുംകര K. കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ 2025-26 അധ്യയന വർഷത്തിലെ ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ ആഗസ്റ്റ് 12 വരെ നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നവർ അസൽ സർട്ടിഫിക്കറ്റുകളും ഫീസും സഹിതം കോളേജിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. SC, ST, OEC വിഭാഗങ്ങൾക്ക് അർഹമായ ഫീസ് ആനുകൂല്യം ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ആദ്യ നമ്പർ 9446232572, ലാൻഡ് ലൈൻ 0480220746. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ് സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9340 രൂപ, പവന് 74,720 രൂപ. റിട്ടയർഡ് അധ്യാപിക നന്ദിക്കര പൂയത്ത് രുക്മിണി അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വിമുക്ത ഭടൻ ആമ്പലൂർ വടക്കുമുറി പോഴത്ത് ശ്രീധരൻ നായർ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10-ന് പാറമേക്കാവ് ശാന്തിഘട്ടിൽ. പരേതയായ മാറഞ്ചേരി ആശാലതയാണ് ഭാര്യ. അനിൽകുമാർ, ദിവ്യ എന്നിവർ മക്കളും രേഖ, സതീന്ദ്രൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലിയേക്കരയിൽ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. ആശ്വാസത്തിൽ യാത്രക്കാരും ഹർജിക്കാരും. കോടാലി ഗവൺമെന്റ് LP സ്കൂളിലെ ഓഡിറ്റോറിയത്തിനുള്ളിലെ സീലിംഗ് അടർന്നു വീണു. സംഭവത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് MLA. സംഭവത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. പാലിയേക്കര ടോൾ പ്ലാസയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ചെയ്ത ഓട്ടോ ഡ്രൈവർ അറസ്റ്റിൽ. വരന്തരപ്പള്ളിയിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആമ്പല്ലൂരിൽ പൊടിശല്യത്താൽ പൊറുതിമുട്ടി വ്യാപാരികൾ. വേലുപ്പാടം വിശുദ്ധ ഔസേപ്പിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.